അണ്ണാറക്കണ്ണനും തന്നാലായത്. പൂക്കളും പൂമ്പാറ്റകളും നിറഞ്ഞ മനോഹരമായ കാട്ടിൽ കൊച്ചു കൂട്ടുകാർ എല്ലാ ദിവസവും ഒത്തുകൂടി പാടിപ്പാടി കളിക്കും. അണ്ണാറക്കണ്ണനും അപ്പു ആനക്കുട്ടിയും ചെമ്പൻ കുഞ്ഞിക്കടുവയും മിന്നുമാനും കരടിക്കുട്ടനും ചിന്നൻ മുയലും കുഞ്ഞു ചിങ്കൻ കുരങ്ങനും കുഞ്ഞിക്കുരുവിയും അങ്ങനെ എല്ലാവരും കാലത്ത് തന്നെ പുഴക്കരയിലുള്ള കളിസ്ഥലത്ത് എത്തിച്ചേർന്നു. അണ്ണാരക്കണ്ണൻ്റെ പാട്ടിനൊത്ത് പൂമ്പാറ്റകൾ നൃത്തം വച്ചു. താളത്തിനൊത്ത് നൃത്തം വച്ച അണ്ണാരക്കണ്ണനെ കൂട്ടുകാർ പ്രോത്സാഹിപ്പിച്ചു. അപ്പോഴേക്കും ചിങ്കൻ കുഞ്ഞിക്കുരങ്ങനും ഓടിയെത്തി. അയ്യോ, നമ്മുടെ അപ്പുവിൻ്റെ കാലിലൊരു മുള്ള് കയറിയല്ലോ. പെട്ടെന്ന് കരടിക്കുട്ടൻ ആ മുള്ളെടുത്ത് മാറ്റി. എല്ലാവരും വീണ്ടും കളി തുടർന്നു. കരടിക്കുട്ടൻ്റെ തമാശ കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കിട്ടു കടുവക്കുഞ്ഞ് അമ്മ പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളൊക്കെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അണ്ണാരക്കണ്ണൻ അപ്പുവിനെ സമാധാനിപ്പിച്ചു. അപ്പു തൻ്റെ തുമ്പിക്കൈ കൊണ്ട് വെള്ളം കോരിയെടുത്ത് ആഞ്ഞു വീശിക്കളിച്ചു. അണ്ണാരക്കണ്ണൻ ചിൽ ചിൽ എന്ന് പാടിക്കൊണ്ട് ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടിക്കളിച്ചു. ചിങ്കൻ കുഞ്ഞിക്കുരങ്ങൻ പഴങ്ങൾ പറിച്ച് കൂട്ടുകാർക്ക് ഇട്ടുകൊടുത്തു. പെട്ടെന്ന് ആകാശത്തൊരു നിഴൽ. കിട്ടു കടുവക്കുട്ടനെ ഒരു വലിയ പരുന്ത് പറന്നു വന്ന് റാഞ്ചിക്കൊണ്ട് ദൂരേക്ക് പറന്നുപോയി. മലകളും പുഴകളും കിടന്ന് വലിയ ഒരു കുന്നിൻ മുകളിലുള്ള തൻ്റെ കൂട്ടിൽ കിട്ടുവിനെ കൊണ്ടുവന്ന് പരുന്ത് വച്ചു. പേടിച്ച് വിറച്ച കിട്ടുവിൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. കൂട്ടുകാരെല്ലാവരും വലിയ ദുഃഖത്തിലായി. കടുവക്കുട്ടനെ രക്ഷിക്കാൻ ഒരു മാർഗവും കാണാതെ വല്ലാതെ വിഷമിച്ചു. അണ്ണാറക്കണ്ണൻ മരത്തിൻ്റെ ചില്ലകൾ വഴി ചാടി ചാടി കുന്നിൻ മുകളിലുള്ള വലിയ മരത്തിൻ്റെ അടുത്തെത്തി. പരുന്ത് കൂട്ടിൽ നിന്നും പറന്നു പോകുന്നത് കണ്ട അണ്ണാറക്കണ്ണൻ പതുക്കെ പരുന്തിൻ്റെ കൂട്ടിലേക്ക് എത്തി നോക്കി. അണ്ണാറക്കണ്ണൻ ഞെട്ടിപ്പോയി. വലിയൊരു സർപ്പം പരുന്തിൻ കുഞ്ഞുങ്ങളെ വിഴുങ്ങാൻ വായ് പിളർത്തി നിൽക്കുന്നു. കുഞ്ഞുങ്ങൾ പേടിച്ച് കരയുന്നു. കടുവക്കുട്ടനാണെങ്കിൽ ഇതൊന്നും അറിയാതെ ബോധം കെട്ട് കിടക്കുന്നു. അണ്ണാറക്കണ്ണൻ ഒട്ടും സമയം കളയാതെ സർപ്പത്തിൻ്റെ വാലിൽ ശക്തമായി കടിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പേടിച്ചു പോയ സർപ്പം മരത്തിൽ നിന്നും താഴേക്ക് ചാടി രക്ഷപ്പെട്ടു. അപ്പുവിൻ്റെ ധീരമായ ഇടപെടൽ കൊണ്ട് കടുവക്കുട്ടനും പരുന്തും കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു. പാമ്പ് കുടഞ്ഞെറിഞ്ഞ ശക്തിയിൽ താഴേക്ക് വീഴാൻ പോയ അപ്പു വളരെ പെട്ടെന്ന് തന്നെ ഒരു ചില്ലയിൽ പിടുത്തം മുറുക്കി. പാവം നന്നായി ക്ഷീണിച്ചു പോയി കേട്ടോ. പരുന്തിൻ കുഞ്ഞുങ്ങളെയും തൻ്റെ കൂട്ടുകാരനെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു അപ്പു. കൂട്ടിൽ തിരിച്ചെത്തിയ പരുന്തമ്മയോട് കുഞ്ഞുങ്ങൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. പരുന്തമ്മ കുഞ്ഞൻ അണ്ണാറക്കണ്ണനോട് നന്ദി പറഞ്ഞു. കിട്ടുവിനെയും എടുത്ത് പറന്നു. മരത്തിൻ്റെ ചില്ലയിൽ ചാടി ചാടി അണ്ണാറക്കണ്ണനും പിന്നാലെ കൂട്ടുകാരുടെ അടുത്തെത്തി. തൻ്റെ കുഞ്ഞുങ്ങളെ അണ്ണാറക്കണ്ണൻ രക്ഷിച്ച കഥ പരുന്തമ്മ കൂട്ടുകാരോട് പറഞ്ഞു. എല്ലാവർക്കും വലിയ സന്തോഷമായി. ധീരനായ അണ്ണാറക്കണ്ണൻ്റെ വീരകഥകൾ പരുന്തമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു. കൂട്ടുകാരെല്ലാവരും അണ്ണാറക്കണ്ണനെ പാടി പുകഴ്ത്തി. കൂട്ടുകാർക്കിടയിൽ വീണ്ടും സന്തോഷം അലയടിച്ചു. കൂട്ടുകാരെ, വലിപ്പത്തിലല്ല ആത്മാർത്ഥതയിലാണ് കാര്യം. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. കഥ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും നന്ദി. ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.